ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഡേവിഡ് സാർപ്പിൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഫോർ മ്യൂസിക്കിൻ്റെ ഒപ്പം സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങൾ 3 പേരല്ല ഉള്ളത്, ഒരാൾ കൂടി ഉണ്ട്. ഫോർ മ്യൂസിക്സിൻ്റെ ഡിവോഷണൽ വിങ്ങായ ഡേവിഡ് സാപ്പിലെ ഞങ്ങളുടെ ഓൺ ബ്രദർ, ഞങ്ങളുടെ 4ാമത്തെ മെമ്പർ മിസ്റ്റർ ബാബു വർഗീസാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇന്ന് ബാബുച്ചിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ആഴകം സെൻറ്റ് മേരീസ് പള്ളിയിലെ മെമ്പേഴ്സാണ് എല്ലാവരും. സംഗീതത്തിൻ്റെ ഒരു ബൈൻഡിങ് ആണ് കൂടുതലും ഞങ്ങളെ അടുപ്പിച്ചിട്ടുള്ള ഒരു ഘടകം. ഞങ്ങൾ കൂടി വരുന്ന ആ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും സംഗീതത്തിൻ്റെ ഒരു ക്രിയേഷൻ ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. ആ ശക്തിയെ കർത്താവെന്ന് വിളിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. നമ്മൾ വിശ്വസിച്ച് ചെറുപ്പം മുതൽ പോകുന്ന ആ ഒരു പവർ, അത് ജീസസ് ക്രൈസ്റ്റ് ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പേരന്വേഷിച്ച് ഞങ്ങൾ നടന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എൽദോസാണത് പറഞ്ഞത്. ഹാർപ്പ് എന്ന് പറഞ്ഞൊരു, അത് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടൊരു പേര്, കിന്നരം. അത് പിന്നീട് അത് ഒരു ഡേവിഡ്സ് ഹാർപ്പ് എന്ന് പറഞ്ഞൊരു പേരിലേക്ക് മാറി. ഈ ദിവസത്തിൻ്റെ ഈ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് നമുക്ക് ഈ പുതിയ ഗാനം നമുക്ക് കേൾക്കാം. ഉണരുമി പുലരിയിൽ എന്ന ഈ ഗാനം, വളരെ മനോഹരമായ ഈ ഗാനം പാടിയിരിക്കുന്നത് ഹരിത ബാലകൃഷ്ണനാണ്. ഞങ്ങളെല്ലാവരും അതിൽ പാടുന്നുണ്ട്. നമുക്ക് ഗാനം കേൾക്കാം. പ്രാണനിൽ സ്നേഹനാളമായി
എല്ലാ കാലത്തും ഞങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നൊരു കാര്യം, ഞങ്ങൾ പലപ്പോഴും നമ്മുടെ ആ മോട്ടീവിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആത്മീയത കുറച്ച് കുറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികളിൽ ഞങ്ങൾക്ക് ഭയങ്കര സെറ്റ് ബാക്ക്, ഒരു പുറകോട്ട് എന്തോ പിടിച്ചു വലിക്കുന്ന ഒരു അനുഭവം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. എൽദോസ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ബ്ലോക്ക് വരിക, അല്ലെങ്കിൽ ഒരു തോട്ട്സ് ഒന്നും പുതിയത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ഡിവോഷൻ സോങ് കമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡിവോഷൻ സോങ് കമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ബ്ലോക്ക് മാറുന്നുള്ളത് അതൊരു വലിയ അത്ഭുതമാണ്. ചിലർക്കിത് ചിലപ്പോൾ അതിശയോക്തി പോലെ തോന്നാം, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവത്തിൽ നിന്ന് നമ്മൾ മാറിയെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചില ബ്ലോക്കുകളായിട്ടാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തേക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും പഴയ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. വീണ്ടും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു എന്തോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ശക്തി ബാബുജി പറഞ്ഞ കർത്താവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ ശരിക്കും സ്വപ്നം കാണുക. നമ്മൾ ആ കാര്യം നടന്നു എന്നുള്ള രീതിയിൽ തന്നെ സ്വപ്നം കാണുക. അത് തീർച്ചയായിട്ടും നമുക്കത് നടന്നു കിട്ടും. അത് മുകളിൽ നിന്നുള്ള ആ ശക്തി കർത്താവ് നമുക്കത് നടത്തി തരും എന്നുള്ള ഉറച്ചു വിശ്വസിച്ചിട്ട് നമ്മളതിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും. ഷുവർ, ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. പ്രാർത്ഥനയിൽ ബലപ്പെടുക എന്നുള്ള ഒരു ചെറിയ സന്ദേശം കൂടി ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്. പ്രാർത്ഥനയെല്ലാം നമുക്ക് ദൈവം ദാനമായി തരും. ഒരു ചെറിയ പ്രാർത്ഥനാഗാനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു, അധികം സമയമൊന്നും ഇല്ലാത്തൊരു ചെറിയ പ്രാർത്ഥനാഗാനാണ് ഞങ്ങൾ കമ്പോസ് ചെയ്തത്. ഞങ്ങളിത് പറയുമ്പോൾ ഒപ്പത്തിൽ ഞങ്ങൾ പ്രോജക്റ്റിന് വേണ്ടി പ്രിയൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ ചെന്നപ്പോൾ അവിടെ ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ വെറുതെ ഇരുന്ന സമയത്ത് കമ്പോസ് ചെയ്തൊരു സോങ്ങാണ് ആക്ച്വലി കരുണാമയ. ഞങ്ങൾ സ്ഥിരം എപ്പോൾ ചെന്നൈയിൽ പോകുമ്പോഴും വീണ്ടും ബിലീഫാട്ടോ പോകുമ്പോൾ അവിടെ സാറിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു റൂമിലാണ് താമസിക്കുക. ഇപ്പോഴും പോയാലും ഇപ്പോഴും ഇനി അങ്ങോട്ടേക്കും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഒരുപാട് റൂംസ് ഒന്നുമില്ല. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ആ റൂം എടുക്കുക. പക്ഷേ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തൊട്ട് അന്നും ഇന്നും എപ്പോൾ ചെന്നാലും ഭയങ്കര പോസിറ്റീവ്നെസ് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ വന്നപ്പോൾ നന്നായിട്ട് നല്ലൊരു ഫീല് തോന്നി. ഒരു പ്രാർത്ഥന ഗാനം പോലെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞങ്ങൾ മുകളിലിട്ട ഒരു പാട്ടാണ്. പിന്നീട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തു. കരുണാമയ എന്ന ഗാനം കാണാം. കരുണാമയ കനിവിൻ്റെ നാഥ കരതാരിലായി കരുതുന്ന നാഥ കൺപീലിയൂറും കണ്ണീരുമായിച്ചു കാതങ്ങളോളം കൂടെ നടന്നു കാക്കുന്നു നീ. കരുണാമയ കനിവിൻ്റെ നാഥ കരതാരില കരുതുന്ന നാഥ. നോവിൻ തിരിനാളം എരിയുമ്പോൾ ഈറൻ പൂന്തിന്നലായി രാവിൽ വഴിയേതോ തിരയുമ്പോൾ നീ മിഴിദീപമായി
കരുണാമയ കനിവിൻ്റെ നാഥ കരതാരിലായി കരുതുന്ന നാഥ. ഈ സംഗീതം ദൈവികമാണെങ്കിൽ ആ ദൈവം നിങ്ങളുടെ അല്ലെങ്കിൽ ഏതൊരു കലാകാരൻ്റെയും ഒപ്പം നിൽക്കും. അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു എളിയ കലാകാരന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ കൂടെ നിന്നത്. ഞങ്ങൾ ഒരു 3 വർഷത്തോളം പ്രത്യേകിച്ച് ഒരു ജോലിക്ക് പോലും പോവാതെ ഞങ്ങൾ ഇതിനു വേണ്ടി, ആൽബത്തിന് വേണ്ടി, മ്യൂസിക്കിന് വേണ്ടിയൊക്കെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഒന്നുകിൽ ഞങ്ങളെല്ലാവരും ജിമ്മിൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ എൽദോസിൻ്റെ വീട്ടിലായിരിക്കും താമസം, ഭക്ഷണം എല്ലാം. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം വീട് പോലെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചാൽ അവർ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ നടക്കുള്ളൂ. പിന്നെ അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, അതെല്ലാം പാരൻസും ചെയ്യണമെന്നാണ്. പക്ഷേ ഇതേപോലെ ഒരു പണിക്കും പോവാതെ നടക്കുന്ന പിള്ളേരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന പ്രത്യേകിച്ച് എല്ലാവരും തന്നെ നല്ല ക്വാളിഫിക്കേഷനും എല്ലാവരും നല്ല അവരവരുടെ മേഖലകളിൽ നല്ല കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ എന്നിട്ടും അതൊക്കെ മാറ്റി വെച്ചിട്ട് പാഷന് വേണ്ടിയിട്ട് അത് ഞാൻ പറയാം. ഒരു പണിക്കും പോവാതെ നടക്കുന്ന പിള്ളേരെ, പാട്ടിൻ്റെ പിന്നാലെ നടക്കുന്ന നാട്ടുകാരുടെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു പണിക്കും പോവാതെ പാട്ടിൻ്റെ പിന്നാലെ നടക്കുന്ന പിള്ളേരെ അത്രയധികം ഞങ്ങളുടെ എല്ലാവരും ഫാമിലി, പിന്നെ ഞങ്ങളുടെ കുറേ ക്ലോസ് ഫ്രണ്ട്സും, ഫാമിലി മാത്രമല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിപ്പോൾ ഭാര്യമാർ, അതെ, അതാണ് കുടുംബം എന്ന് പറയുന്നത്, എല്ലാവരും. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത് ഈ പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും ബേസ്. കാരണം ഇവരുടെയൊക്കെ പ്രാർത്ഥന തന്നെയാണ് നമ്മളൊക്കെ ഇതുവരെ എത്തിച്ചത്. ശാലോം ടി വിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥനയിൽ, പ്രാർത്ഥന ബലത്തിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നതിനൊരു വലിയൊരു പങ്കുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ശാലോം ടൈംസ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ബിബിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഓരോ എലിമെൻസും, ഓരോ ലേഖനങ്ങളുടെയും ലേഖനങ്ങളുടെ ക്വാളിറ്റി, അതിൻ്റെ റിസർച്ച്, നമുക്ക് ശരിക്കും അത് വായിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു അനുഭവം ശരിക്കും വളരെ വലുതായിരുന്നു. അപ്പോൾ ശാലോം ടി വിക്ക്, അതുപോലെ ശാലോം ഈ കുടുംബത്തിന് ഞങ്ങളുടെ ഈ യാത്രയിൽ വളരെ എന്താ പറയുക, വാല്യുബിൾ ആയിട്ടുള്ള ഒരു റോളുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു 8 വർഷം മുമ്പ് ഞാനിവിടെ സ്വർഗീയ സംഗീതം എന്ന പ്രോഗ്രാമിൽ ഞാനിവിടെ പാടാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഗാനമേളയ്ക്കൊക്കെ, ചെറിയ ചെറിയ ഗാനമേളയ്ക്കൊക്കെ പാടി നടക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് എൻ്റെ ചാച്ചന്മാർ 2 പേരുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ വന്നത്. ആക്ച്വലി ഞാൻ ആ പ്രോഗ്രാം പാടി അതിൻ്റെ ടെലികാസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഷൈജു എന്ന് പറയുന്ന, ഞങ്ങൾ ആശാനെ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഷൈജു ചേട്ടൻ, പുള്ളി അന്നാണ് എൻ്റെ പാട്ട് കേൾക്കുന്നത്. ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ കൂടെ ഞാനൊരു 5-6 വർഷത്തോളം ഗാനമേളയ്ക്ക് പോയി. കാരണം ആ ഒരു പ്രോഗ്രാമാണ് എൻ്റെ പാട്ടുകാരനെ തിരിച്ചറിയാൻ പുള്ളിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സോങ്ങിലോട്ട് പോവാം. ഇതൊരു സെമി ക്ലാസിക്കൽ ഫ്യൂഷനാണ്. എന്താ പറയുക, വീണ്ടും നേരത്തെ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് എന്നുള്ള ആസ്പെക്റ്റിൽ ഞങ്ങൾ ട്രൈ ചെയ്തേക്കുന്ന സോങ്ങാണ്. പുലരിയിലേതോ പൊന്നൊളി തൂക്കും. പുലരിയിലേതോ പൊന്നൊളി തൂകും പുതുനാളമായി നീ, പുതുമഴയേകും പൂങ്കുളിർ പോലെ പുണരുന്നു നീ. പുലർമഴ പോലെ പൊഴിയുവതെന്നിൽ പ്രിയതരമാം നിൻ വരമല്ലോ, പാടുന്നിതാ നിൻ അപദാനം. You're my savior when I'm drowning in the sea. You're my healer when I'm wounded by the bruise. You're my savior when I'm drowning in the sea. You're my healer when I'm wounded
വരണേ. പ്രിയമാം സ്നേഹം അലിവാ തരണേ. നാളേറെ കഴിഞ്ഞാലും ഞാൻ നിന്നെ മറന്നാലും പിരിയാതെ നിഴലായി നീ മാത്രം. നാളേറെ കഴിഞ്ഞാലും ഞാൻ നിന്നെ മറന്നാലും പിരിയാതെ നിഴലായി നീ മാത്രം. പുലർമഞ്ഞിന്റെ നൈർമല്യമോലുന്ന പൂ പോലെ നീ പിരിയാതിനിയൻ അരികെ വരണേ. പ്രിയമാം സ്നേഹം അലിവാ തരണേ. ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ദൈവമല്ല കർത്താവ്, സകല ജനത്തിൻ്റെയും ദൈവമാണ്. ഡേവിഡ് സാർ ദാവീദിൻ്റെ കിന്നരം അത് സൂചിപ്പിക്കുന്നത് ശരിക്കും തപ്പുകളാലും കിന്നരത്താലും കർത്താവിനെ പാടി പുകഴ്ത്താനുള്ള ഒരു ആഹ്വാനമാണ്. ശരിക്കും ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഗീത രീതിയാണ് സൂഫി സോങ്സ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ക്രിസ്ത്യൻ ഡിവോഷനിൽ അധികം ചെയ്തിട്ടില്ല. അത് ശരിക്കും ഏറ്റവും കൂടുതൽ ദൈവമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സംഗീത ശാഖയായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. സൂഫീസം തന്നെ അത് സന്യാസി വരന്മാർ അല്ലെങ്കിൽ അങ്ങനെ അത്രയും ഡിവോഷണലി അത്രയും ഹയറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ സൂഫി സോങ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും അവർ തന്നെയാണ് അത് പാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റംപ്റ്റാണ് ശരിക്കും. അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. അടുത്ത സോങ് ഞങ്ങൾ ആ രീതിയിലുള്ള ഒരു പാട്ടാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പാട്ട് കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് തോന്നാം, ഇങ്ങനെയൊക്കെ ക്രിസ്തീയ ഭക്തി തന്നെ ചെയ്യാമോ എന്ന് തോന്നാം. അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സോങ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത് നിന്നൊരു ചേഞ്ച്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാർക്ക് അറിവിനൊക്കെയാണ്ടാണ് ഇപ്പോൾ എൽദോസ് പറഞ്ഞത്. ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സംഗീത ശാഖയാണ് സൂഫി. അപ്പോൾ അതിൽ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര ഓരോ മരുഭൂമിയിലൂടെയാണ്. ഓരോ സാഹചര്യങ്ങളും നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള കൈപ്പേറിയ ജീവിത അനുഭവത്തിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതിനെ ഒരു വേറൊരു രീതിയിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നതാണ്. ഈ മരുഭൂവിൽ ചെറുതണൽ തേടി അലയുന്നു ഞാൻ. ഈ മരുഭൂവിൽ ചെറുതണൽ തേടി അലയുന്നു ഞാൻ. തളരുകയായി തനുവും മനവും, തളരുകയായി തനുവും മനവും, ഇടറിയൻ നിഴലും ഇടറിയൻ നിഴലും. ദൂരമേറെയാകവേ കാൽ കുഴഞ്ഞു പോകവേ തുണയരുളാൻ നീ വരുമോ നാഥ, തുണയരുളാൻ നീ വരുമോ. ദൂരമേറെയാകവേ കാൽ കുഴഞ്ഞു പോകവേ തുണയരുളാൻ നീ വരുമോ നാഥ, തുണയരുളാൻ നീ വരുമോ.
ചെറുതണൽ തേടി അലയുന്നു ഞാൻ. നിന്നെ ഞാൻ മറന്നു പോകിലും നിന്റെ പാത വിട്ടു പോകിലും, നിന്നെ ഞാൻ മറന്നു പോകിലും നിന്റെ പാത വിട്ടു പോകിലും, പിരിയുവതില്ലെന്നെ നീ നാഥ, പിരിയുവതില്ലെന്നെ നീ. തുണയരുളിയിടുന്നു നീ നാഥ, തുണയരുളിയിടുന്നു നീ. കുളിരല പോലെ തഴുകിടുവാനൻ, കുളിരല പോലെ തഴുകിടുവാനൻ അരികെ നീ വരണേ. ദൂരമേറെയാകവേ കാൽ കുഴഞ്ഞു പോകവേ തുണയരുളാൻ നീ വരുമോ നാഥ, തുണയരുളാൻ നീ വരുമോ. ശൂന്യമായ ജീവയാത്രയിൽ ഭാരമേറി വീണു പോകവേ, ശൂന്യമായ ജീവയാത്രയിൽ ഭാരമേറി വീണു പോകവേ, ഇടയനായി വന്നണഞ്ഞു നീ നാഥ, ഇടയനായി വന്നണഞ്ഞു നീ. കരമതു നീട്ടുന്നു നീ നാഥ, കരമതു നീട്ടുന്നു നീ. അനുദിനമെന്നിൽ നിറയണമേ നീ, അനുദിനമെന്നിൽ നിറയണമേ നീ. തെളിനീർ പൂഞ്ചോലയാ ഈ മരുഭൂവിൽ ചെറുതണൽ തേടി അലയുന്നു ഞാൻ, ഈ മരുഭൂവിൽ ചെറുതണൽ തേടി അലയുന്നു ഞാൻ. തളരുകയായി തനുവും മനവും, തളരുകയായി തനുവും മനവും, ഇടറിയൻ നിഴലും, ഇടറിയൻ നിഴലും. ദൂരമേറെയാകവേ കാൽ കുഴഞ്ഞു പോകവേ തുണയരുളാൻ നീ വരുമോ നാഥ, തുണയരുളാൻ നീ വരുമോ. ദൂരമേറെയാകവേ കാൽ കുഴഞ്ഞു പോകവേ തുണയരുളാൻ നീ വരുമോ നാഥ, തുണയരുളാൻ നീ വരുമോ. ഈ മരുഭൂവിൽ ചെറുതണൽ തേടി അലയുന്നു ഞാൻ. കഷ്ടതയും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ഉയർപ്പ് എല്ലാവർക്കും പുത്തൻ പ്രതീക്ഷകളും സമാധാനവും ശാന്തിയും ഏകുന്ന ഏറ്റവും നല്ലൊരു പെരുന്നാളാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരും പുതിയൊരു ജീവിത അനുഭവത്തിലേക്ക് നടന്നു വരുവാനും കടന്നു ചെല്ലുവാനും സർവേശ്വരൻ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറേ നേരം നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്ത കുറേ പാട്ടുകൾ നിങ്ങൾ കേട്ട് ഇഷ്ടമായി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കൂടുതൽ കൂടുതൽ നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും
നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾക്കിപ്പോൾ ഒപ്പം കഴിഞ്ഞു, അതുപോലെ കുറച്ച് പ്രോജക്റ്റുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പാട്ടുകളെല്ലാം സ്വീകരിക്കുക. ശാലോം ടി വിയുടെ പ്രേക്ഷകരുടെ ഒപ്പം, ലോകമെമ്പാടുമുള്ള ശാലോം കുടുംബത്തിൻ്റെ ഒപ്പം കുറച്ച് സമയം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുവാൻ, നല്ല ക്രിസ്തീയ ഗാനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞ ഈ നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായിട്ട് ഞങ്ങൾ കരുതുന്നു. എൽദോസ് പറഞ്ഞ പോലെ ഏതൊരു കുരിശുമരണത്തിന് ശേഷവും ഉയർപ്പുണ്ട്. ജീവിതത്തിലെ കഷ്ടതകളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരോട് പങ്കുവയ്ക്കുവാനുള്ള ഒരേ ഒരു കാര്യമുണ്ട്. ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ശേഷം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ നേരുന്നു. നമസ്കാരം.